بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും രോഗമുള്ളവരെ പരിചരിക്കാനും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാനും അവസരമുള്ളവരായി ആ കാര്യങ്ങളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നവരായി കുടുംബത്തിലും മറ്റു പലയിടങ്ങളിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ മരണപ്പെട്ടവരെ പരിപാലിക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നതും ഉറപ്പാണ്. ഈ രണ്ട് വിഷയങ്ങളിലും ഇടപെടേണ്ടി വരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നിമിഷം രോഗിയുടെ സ്ഥാനത്ത്, മയ്യത്തിൻ്റെ സ്ഥാനത്ത് ഞാനാണ് എന്ന് സങ്കൽപ്പിക്കാൻ, അങ്ങനെ വിചാരിക്കാൻ എത്രത്തോളം നമുക്ക് സാധിക്കാറുണ്ട്? വളരെ കണിശതയോടെ ആലോചിക്കേണ്ട വിഷയമാണ്. രോഗിയായി കിടക്കുന്ന വ്യക്തിയും അയാളെ ബാധിച്ച രോഗവും രോഗകാരണങ്ങളുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്നത് വസ്തുതയാണ്. മരണവും മയ്യത്തും മരണകാരണങ്ങളും എന്തൊക്കെയോ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്,
നല്ലൊരു ശതമാനം കാര്യങ്ങളെ കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ രോഗം എന്ന പരീക്ഷണത്തെ സംബന്ധിച്ചും മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും വേണ്ടുവോളം പഠിപ്പിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളെ കേൾക്കുക എന്നതിലുപരി ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രോഗിയെയും മയ്യത്തിനെയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പരിപാലിക്കാനും പരിചരിക്കാനും തയ്യാറായാൽ നമ്മുടെ മനസ്സിന് അതിലൂടെ ഉണ്ടാകുന്ന ഈമാനികമായ മാറ്റം നിസാരമായി നമ്മൾ കാണേണ്ട വിഷയമല്ല. വളരെ കനപ്പെട്ട വിഷയമാണ് ഈ കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യവും ആ അവസ്ഥയും അത് കണ്ടുകൊണ്ടിരിക്കുന്ന, അതിന് സാക്ഷികളാകുന്ന ആളുകളോട് വിളിച്ചു പറയുന്ന, അവരെ മനസ്സിനെ ഉണർത്തുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്നവർക്കും ബാധകമാണ്. മരണം വിധിക്കപ്പെട്ട ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന വിഷയങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തിന്റെ ആസ്വാദനം അറിയും എന്നാണ്. മരണനേരം അനുഭവിക്കാത്തവരായി, അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ഏത് കാരണം മുഖേന മരണം വിധിക്കപ്പെട്ടാലും ദായിഖത്ത് എന്നത്, അതിന്റെ രുചി അറിയുക എന്നത് സഹോദരങ്ങളെ യാഥാർത്ഥ്യമാണ്, ഉറപ്പാക്കപ്പെട്ട വിഷയമാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും എന്നാണ്, നിങ്ങളെ തേടി വരും എന്നാണ്. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടയുടെ ഉള്ളിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച മരണം എന്ന യാഥാർത്ഥ്യം നിങ്ങളെ തേടി വരും എന്നാണ്. ഏതൊരു മരണവും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. എത്രത്തോളം നമ്മൾ കേൾക്കുന്നുണ്ട്? പരിശോധനയ്ക്ക് വിധേയമാകേണ്ടവർ നമ്മളാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിക്കുന്നു, ഖുൽ പ്രവാചകരെ പറയുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ കുറഞ്ഞ നിമിഷത്തേക്ക് നമ്മൾ അമ്പരന്ന് പോവുകയാണ്, നിശ്ചലമായി പോവുകയാണ്. വല്ലാത്ത ഒരു പേടി, ഒരു ബേജാർ നമ്മുടെ ശരീരമാസകലം ഓടുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ചോദിക്കുക, എങ്ങനെയാണ്, എപ്പോഴാണ്, മയ്യത്ത് എവിടെയാണുള്ളത്? ഈ ചോദ്യങ്ങളൊക്കെ പിന്നെയാണ്. സഹോദരങ്ങളെ, ഈ നിലക്കുള്ള മരണത്തിൽ നിന്ന് എത്ര അകലേക്ക് നമ്മൾ പോയാലും ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടും എന്നാണ്. കണ്ടുമുട്ടും എന്നാണ്.
എവിടെ വെച്ചാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കണക്കാക്കിയത്, അവിടെ എത്തി മരണം നമ്മെ പിടികൂടും എന്നാണ്. ആർക്കും തടുക്കാൻ കഴിയില്ല. മരിക്കുന്ന വ്യക്തി എത്ര പിടഞ്ഞാലും മരണത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. അത്രത്തോളം ഉറപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ രണ്ടായത്തിലൂടെ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഒരാൾക്ക് മരണം അയാളെ തൊണ്ടക്കുഴിയിലെത്തി, ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളിൽ നിന്നും ആത്മാവ് വലിച്ചെടുക്കപ്പെട്ട് അവസാന പിടുത്തത്തിനു വേണ്ടി തൊണ്ടക്കുഴിയിൽ ഹാജരാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് രക്ഷപ്പെടുത്താൻ കഴിയുക? ആർക്കാണ് അതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുക? നമ്മുടെ മുമ്പിൽ മരണം വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആ മരണം, അതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ നമ്മോട് സംസാരിക്കുന്ന ഒരു വിഷയമാണിത്. ആർക്കാണ് രക്ഷപ്പെടുത്താൻ കഴിയുക? ഖുർആൻ പറഞ്ഞു, വഅൻതും ഹീനൈദി തൻദുറൂൻ, നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും. ബാപ്പ മരിക്കുന്നത്, ഉമ്മ മരിക്കുന്നത്, മക്കൾ മരിക്കുന്നത്, ഭർത്താവ് മരിക്കുന്നത്, ഭാര്യ മരിക്കുന്നത് നോക്കി നിൽക്കുക എന്നല്ലാതെ നിങ്ങളിൽ ആർക്കാണ് അതിൽ നിന്ന് തടയാനും അതിനെ പിടിച്ചു വെക്കാനും സാധിക്കുക? ഖുർആന്റെ ചോദ്യമാണ്. ഒരാൾക്കും കഴിയില്ല എന്നത് ഉറപ്പാക്കപ്പെട്ട വിഷയമാണ്. എത്രത്തോളം? ഒരു സെക്കൻഡ് നേരം മരിക്കുന്ന വ്യക്തി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, എന്റെ മകനിതാ കിലോമീറ്ററുകൾ അകലെയാണ്, അവനൊന്ന് വന്നിട്ട് ഞാൻ നിന്റെ വിളിക്കുത്തരം തരാം. എന്റെ ഭാര്യ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് അടുത്തുണ്ട്, ഒന്ന് സംസാരിക്കട്ടെ, എനിക്ക് പറയാനുള്ള വിഷയം പങ്കുവെക്കട്ടെ. സഹോദരങ്ങളെ, അതിന് കാത്തു നിൽക്കൂല എന്നാണ്. ലാ യസ്തഗ്ഹിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അല്ലാഹുവിന്റെ വാക്കാണ്. ഒരു സെക്കൻഡ് മുന്നോട്ടില്ല, ഒരു സെക്കൻഡ് പിറകോട്ടില്ല. ഒരു പക്ഷേ ഒരു വീട്ടിൽ നിന്ന് ആത്മാവിനെ പിടിക്കപ്പെടുന്ന സമയം ആ വീട്ടിലുള്ള മൊബൈൽ ഫോണുകളിൽ, ആ വീട്ടിലുള്ള ക്ലോക്കുകളിൽ, സമയം നോക്കാനുള്ള സൗകര്യങ്ങളിൽ സെക്കൻഡുകൾ വ്യത്യാസപ്പെട്ടേക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം ഒരു സെക്കൻഡ് മുന്നോട്ടോ ഒരു സെക്കൻഡ് പിറകോട്ടോ മാറ്റപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യം മരണത്തിന്റെ വിഷയത്തിൽ ഉറപ്പാക്കപ്പെട്ടതാണ്. ഒരു മയ്യത്ത് പറയുന്ന കാര്യമാണ്, ഒരു മരണം നമ്മോട് സംസാരിക്കുന്ന വിഷയമാണ്. എത്രത്തോളം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ഉൾക്കൊള്ളാൻ, ഇതിനെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസാന നിമിഷങ്ങളെ ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ കലാമിലൂടെ പഠിപ്പിച്ചു. കല്ലാ ഇദാ ബലഗത്തിത് തറാഖി, ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാൽ, വഖീല മൻ റാഖ്, ആരാണ് മന്ത്രിക്കാനുള്ളത്, ആരാണ് തടയാനുള്ളത്, ഏത് കാരണങ്ങൾ കൊണ്ടാണ് മലക്കുൽ മൗത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുക? ഒരു ICU സംവിധാനത്തിന് കഴിയില്ല, ഒരു വെന്റിലേറ്റർ സൗകര്യത്തിന് കഴിയില്ല, അതിവിദഗ്ധനായ ഡോക്ടറുടെ പരിചരണം പ്രിയപ്പെട്ടവരെ പരിഹാരമല്ല. കൂട്ടമായ പ്രാർത്ഥന മരണത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. അത് റബ്ബ് കണക്കാക്കിയിട്ടുണ്ടോ ഉറപ്പായും നടക്കും. നമുക്ക് സമാധാനിക്കാൻ പല കാര്യങ്ങളും ചെയ്യാം. മരിക്കുന്നവൻ ഉറപ്പിച്ചു, ഞാൻ വേർപിരിയുകയാണ്, കുടുംബത്തെ വിട്ടു പോവുകയാണ്, കൂട്ടുകാരെ വിട്ടു പോവുകയാണ്, നാട്ടുകാരെ വിട്ട്, ബന്ധുക്കളെ വിട്ട് ഞാൻ യാത്രയാവുകയാണ്. അതിന്റെ അവസാനത്തെ അടയാളം കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന
കൂട്ടിയിടിക്കുന്ന ആ കണങ്കാലുകളെ അമർത്തിപ്പിടിക്കുന്നവൻ മനസ്സിലാക്കണം, എനിക്കൊരു നിമിഷം ഇതുപോലെ വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ മരണങ്ങൾക്ക്, എത്രയോ മയ്യത്തുകൾക്ക്, എത്രയോ മരണകാരണങ്ങൾക്ക് നമ്മളൊക്കെ സാക്ഷികളായിട്ടുണ്ട്. ഈ ആയത്തുകൾ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ശ്രദ്ധയിൽ കടന്നു വരാറുണ്ടോ? വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ മൗത്തി സക്കറാത്ത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ആയിഷ, മരണത്തിനൊരു വേദനയുണ്ട്, അതുറപ്പാണ്. ഓരോരുത്തരുടെയും ദറജകൾക്ക്, പദവികൾക്ക് അനുസരിച്ച് ആ വേദന അറിയേണ്ടി വരും. സഹോദരങ്ങളെ, ഭാര്യമാർ മരണപ്പെട്ടപ്പോൾ ഭർത്താക്കന്മാരോട് വിളിച്ചു പറഞ്ഞോ? ഇല്ല. ഭർത്താക്കന്മാർ യാത്രയായപ്പോൾ ഭാര്യമാരോട് വിളിച്ചു പറഞ്ഞോ? മക്കൾ യാത്രയായപ്പോൾ മാതാപിതാക്കളോട് വിളിച്ചു പറഞ്ഞോ? രക്തബന്ധങ്ങൾ വിട പറഞ്ഞപ്പോൾ നമ്മളോട് വിളിച്ചു പറഞ്ഞോ? ഒരു വേദനയുണ്ട് ട്ടോ മരണത്തിന്? ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെല്ലാവർക്കും വേണ്ടി ആ കാര്യം പറഞ്ഞു. മരണത്തിന് ഒരു വേദനയുണ്ട്, നമ്മളെല്ലാവരും അറിയേണ്ടതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർർ. എല്ലാ ശർറിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എന്റെ മരണ നേരത്ത് എനിക്ക് ആശ്വാസം നൽകണേ നാഥാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയം റാഹത്തുള്ളതായി, ആശ്വാസമുള്ളതായി കിട്ടാൻ അവിടുന്ന് പഠിപ്പിച്ച, അവിടുന്ന് പ്രാവർത്തികമാക്കിയ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിനെ ചേർത്ത് വെക്കണം. ഇത് വിശ്വാസികൾ മുറുകെ പിടിക്കേണ്ടതായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. നോക്കൂ നിങ്ങൾ, മരണത്തിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരു രോഗം, ആ രോഗവും രോഗിയും നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം വേദനകൾ നമ്മളുമായി പങ്കുവെക്കുന്നവരുണ്ട്. അവരെ ആശ്വസിപ്പിക്കുക, അവരെ സമാധാനിപ്പിക്കുക, അവർക്ക് നഷ്ടപ്പെട്ട ആഫിയത്തോർത്ത്, സൗഖ്യമോർത്ത് കണ്ണീർ വാർക്കുക എന്നല്ലാതെ ഇതുപോലെ ഒരു വേദന, ഇതുപോലെ ഒരു ക്ഷീണം, ഇതുപോലെ ഒരു തളർച്ച എന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്തായിരിക്കും എന്റെ ഗതി എന്നാലോചിക്കുന്ന ഒരു സാഹചര്യം, പ്രിയപ്പെട്ടവരെ, രോഗികളെ പരിചരിക്കുമ്പോൾ, അവർക്കാവശ്യമായ കാര്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത ഒരു പ്രതിരോധ മരുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മരുന്നിനെ കുറിച്ച് നാം ബോധവാന്മാരാകണം. ഏതെങ്കിലും ഒരു ഡോക്ടർ നിർദ്ദേശിച്ച പ്രതിരോധ മരുന്നല്ല. വൈദ്യശാസ്ത്രം കണ്ടെത്തി സമൂഹത്തിന്റെ മുമ്പിൽ വിളംബരം നടത്തിയ ഒരു പ്രതിരോധ മരുന്നല്ല. വഹയിലൂടെ സ്ഥിരപ്പെട്ടു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു പരീക്ഷിക്കപ്പെട്ടവനെയും കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അതൊരു പ്രതിരോധ മരുന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് കണ്ടു. ആരെയാണ് കണ്ടത്? പരീക്ഷിക്കപ്പെട്ട ഒരുത്തനെ കണ്ടു. രോഗം മൂലം പരീക്ഷിക്കപ്പെട്ട ഒരുത്തൻ. അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബി. നിനക്ക് വന്ന ഈ പരീക്ഷണം, അതിനെ തൊട്ട് എനിക്ക് സൗഖ്യം നൽകിയ, എനിക്ക് സുഖം നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖൽഖ തഫ്ളീലാ. ഒരുപാട് സൃഷ്ടികളെക്കാൾ എന്നെ അല്ലാഹു ശ്രേഷ്ഠനാക്കി അനുഗ്രഹം എനിക്ക് തന്നു. അങ്ങനെയുള്ള അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ലം യുസിബുഹു ദാലികൽ ബലാ. ഏതൊരു പരീക്ഷണം കണ്ടപ്പോഴാണോ നാം ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ആ പരീക്ഷണം നമ്മെ ബാധിക്കുകയില്ല എന്ന് അല്ലാഹു അറിയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കളവല്ല കൂട്ടരെ, തമാശയല്ല. അങ്ങനെ നമ്മൾ കാണേണ്ട ഒരു വിഷയമല്ല. പരിഹാസത്തോടെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. പുച്ഛിക്കേണ്ട വിഷയമല്ല. വിശ്വാസമുണ്ടോ ജീവിതത്തിൽ ചേർത്തു വെക്കേണ്ടതാണ്, മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്.
പ്രാവർത്തികമാക്കേണ്ടതാണ്. തുല്യതയില്ലാത്ത പ്രതിരോധ മരുന്നായി വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മാത്രവുമല്ല, രോഗം ഇല്ലാതിരിക്കാൻ, നമുക്കുള്ള ആഫിയത്ത് ചോർന്നു പോകാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരുന്ന് കൂടി പഠിപ്പിച്ചു. ആ മരുന്നിന്റെ പ്രത്യേകത 3 വീതം 2 നേരമായി നമ്മൾ കഴിക്കണം എന്നാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഏതെങ്കിലും അസുഖത്തിന് ഡോക്ടർമാർ തരുന്ന 3 സമയത്ത് എണ്ണമറ്റ മരുന്നുകൾ വാങ്ങുന്നവരും കഴിക്കുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്ര പണവും പ്രശ്നമല്ല, മരുന്ന് സമയത്തിന് കഴിക്കാൻ നമുക്ക് തടസ്സമില്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയായി നമ്മളെ പഠിപ്പിക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്ര താബിഈങ്ങളിൽ പ്രധാനിയാണ്. അദ്ദേഹം തന്റെ പിതാവിനെ വിളിച്ചു, യാ അബത്തി, എന്റെ പൊന്നു ബാപ്പ, വളരെ സ്നേഹത്തോടെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നി അസ്മഉക തദഊ കുല്ല ഗദാത്തിൻ, എല്ലാ ദിവസവും രാവിലെ ഞാൻ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നു, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ എന്റെ ശരീരത്തിന് സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, എന്റെ കേൾവിക്ക് സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കാഴ്ചക്ക് സൗഖ്യം നൽകണേ. ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധ്യനായി നീയല്ലാതെ ആരുമില്ല. പൊന്നു ബാപ്പ, എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, തുഈദുഹാ സലാസൻ, 3 തവണയാണല്ലോ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരവും ഇതേ കാര്യം നിങ്ങൾ 3 തവണ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ബാപ്പയുടെ മറുപടി നോക്കൂ നിങ്ങൾ. ആ മറുപടി നമ്മെ ചിന്തിപ്പിക്കേണ്ട മറുപടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാവനം ചെയ്യാൻ വല്ലാതെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന മറുപടിയാണ്. ബാപ്പ പറഞ്ഞു, ഇന്നി യദ്ഉ ബിഹിന്ന, ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഫാന ഉഹിബ്ബു അൻ അസ്തന്ന ബിസുന്നതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുക എന്നത്, നബിചര്യ പിൻപറ്റുന്ന ഒരാളായി മാറുക എന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഒരു പ്രാർത്ഥന കേട്ടപ്പോൾ അതിന് കൊടുത്ത ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് ഇതിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കുക. ശേഷം ആ പ്രാർത്ഥനയുടെ ബാക്കി നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, നമുക്ക് ആഫിയത്ത് പോയാൽ പിന്നീട് കുഫർ വരാം, ദാരിദ്ര്യം വരാം, എന്തും വരാം. മനസ്സിന്റെ ആഫിയത്ത് പോയാൽ കാപട്യം പിടികൂടാം, ശിർക്ക് പിടികൂടാം, അനാചാരങ്ങൾ പിടികൂടാം, അന്ധവിശ്വാസങ്ങൾ പിടികൂടാം, നമ്മെ ബാധിക്കും. ശരീരത്തിന്റെ ആഫിയത്ത് പോയാൽ പല കാര്യങ്ങളും ബാധിച്ച് ഇതൊന്നും വേണ്ട, വിശ്വാസം വേണ്ട, ക്ലാസുകൾ വേണ്ട, മതം വേണ്ട എന്ന ചിന്തയിലേക്ക് പൈശാചികമായി മാറ്റപ്പെട്ടേക്കാം. ആ കുഫറും ഫഖറും നമ്മെ ബാധിക്കാതിരിക്കാൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല. ചെറിയൊരു പ്രാർത്ഥനയാണ്, 3 തവണയാണ് ചൊല്ലേണ്ടത്, 2 നേരങ്ങളിലായി ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, ആഫിയത്തിന്, സൗഖ്യത്തിന് നാം വില കൊടുക്കുന്നുവെങ്കിൽ ആ വിലയേക്കാൾ നാം വില കൊടുക്കേണ്ട കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ. അതിനാൽ ഒരു രോഗവും രോഗകാരണങ്ങളും രോഗിയും നമ്മോട് സംസാരിക്കുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഒരവസ്ഥ നിനക്ക് വന്നെത്തിയാൽ എന്തായിരിക്കും നിന്റെ ഗതി, എന്തായിരിക്കും നിന്റെ സ്ഥിതി എന്നാണ്. അതിനാൽ പ്രാർത്ഥനകൾ മുറുകെ പിടിച്ച് ഇത്തരം കാര്യങ്ങളെ തരണം ചെയ്യാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
വിശ്വാസികളായ ഓരോരുത്തരും സഫർ മാസത്തിലാണ് എത്തിയിട്ടുള്ളത്. ഈ മാസത്തിന് പ്രത്യേകതയുള്ളതായി വിശുദ്ധ ഇസ്ലാം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മാസങ്ങളിലും ചെയ്തു വരുന്ന കാര്യങ്ങൾ ഈ മാസത്തിലും ശ്രദ്ധിച്ചു പോകണം എന്ന നിർദ്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ഉള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ എണ്ണം വെച്ചും സമയം വെച്ചുമൊക്കെ പള്ളികളിലും വീടുകളിലും സദസ്സുകളിലും നടത്തപ്പെടുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ മുഴുവനായും ഉണ്ട്. സോഷ്യൽ മീഡിയ വഴി സാധാരണക്കാരെ പറ്റിക്കാൻ, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ചൊല്ലാനുള്ള, പതിവായി കൊണ്ടു നടക്കാനുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ദിക്റുകളും എന്താണോ അത് കൃത്യമായി ശ്രദ്ധിച്ച് തെറ്റാതെ ഒഴിവാക്കാതെ കൊണ്ടുപോവുക എന്ന സുന്നത്തിനെ പരിഗണിക്കാനും അനാചാരങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ കരുതിയിരിക്കാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ പല ദിവസങ്ങൾക്കും ശകുനമുള്ളതായി ഈ മാസവും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ദിവസവും ഒരു നന്മ ചെയ്യാൻ പറ്റാത്തതായി വിശുദ്ധ ഇസ്ലാമിലില്ല. പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ട നന്മകളെ ആ രൂപത്തിൽ നമ്മൾ ചെയ്യുക. അല്ലാതെ ഏത് ദിവസങ്ങളിലും നമുക്ക് നല്ലതായ കാര്യങ്ങൾ ചെയ്യാം. അതിന് യാതൊരു തടസ്സവും വിശുദ്ധ ഇസ്ലാം വെച്ചിട്ടില്ല. അതുപോലെ ഏറ്റവും വലിയ വിപത്തുകൾ, കുഴപ്പങ്ങൾ, പരീക്ഷണങ്ങൾ ഇറങ്ങുന്ന ദിവസങ്ങൾ ഈ സഫറിലാണ് എന്ന നിലക്ക് സമൂഹം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് നമ്മൾ തല വെച്ചു കൊടുക്കുന്ന, അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇല്ലാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും വളരെ വലിയ കണിശത, ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന അനുഗ്രഹമാകുന്ന, അള്ളാഹുവിന്റെ തൃപ്തി അടങ്ങിയിട്ടുള്ള, അള്ളാഹുവിന്റെ റഹ്മത്ത് അടങ്ങിയിട്ടുള്ള, അള്ളാഹു സ്വീകരിക്കും എന്ന് ഉറപ്പ് തന്നിട്ടുള്ള വിശുദ്ധ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങളോ ആചാരങ്ങളോ വിചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ തീരുമാനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ പെട്ടുപോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.